അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 അച്ച് ബെല്ലം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ശർക്കര പാനിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അത് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഞാൻ ചട്ടി വെച്ച് അതിലൊരു 2 ടേബിൾ സ്പൂൺ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഹെൽത്തിയാണത് കുട്ടികൾക്കൊക്കെ. അവൽ വിളയിച്ചതെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അവൽ വെറുതെ കൊടുത്ത് അവർ കഴിക്കില്ല. ഈ ചുവന്ന അവലൊക്കെ ചെല്ലുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. അതുപോലെ നെയ്യ്, അപ്പോൾ അതൊക്കെ ചെല്ലാൻ വേണ്ടിയിട്ടൊരു സൂത്രപ്പണിയാണ് ഈ അവൽ വിളയിക്കുക. അതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് അവലാണ് എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഇത്രയും വേണമെന്നില്ല, ഇതിൻ്റെ പകുതി എടുത്താലും മതി. ഞാനിവിടെ അപ്പുവൊക്കെ ഇത് കഴിക്കണമെങ്കിൽ ഇതൊക്കെ ചെല്ലണം, എന്നാലാണ്. ഞാനൊരു കിസ്മസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബോൾ പോലെ ആകുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഈ മധുരവും പിന്നെ ഇപ്പോൾ നാളികേരം അതൊക്കെ കൂടി ചെല്ലുമ്പോഴാണ് അവലൊന്ന് കുറച്ച് ചെല്ലുക. ഇടയ്ക്ക് നമ്മൾ അവലൊക്കെ അവർക്ക് കൊടുക്കണം. വളർച്ചയുടെ സമയത്ത് നമ്മളും കഴിക്കണം അവലൊക്കെ. അപ്പോൾ അത് കോരി മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി അതിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം. ഇതൊരു 3 ഗ്ലാസ് അവലാണ് ഞാൻ എടുക്കണേ. അത് തന്നെ എനിക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം എടുത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ നാളികേരം ഒന്ന് നന്നായി ഈ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്ത പോലെയാക്കി എടുത്തോളാം. ഇതിപ്പോൾ എനിക്ക് ഇന്നേക്ക് നാളേക്ക് വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഇത് ഇത്രയും മതി. ഇത് ഞാനൊന്ന് വറുത്ത പോലെയാക്കും. ഇത് നെയ്യിലിട്ടിട്ട് കുറേ വറുത്തിട്ടല്ല, എന്നാലും അപ്പോൾ കഴിക്കുമ്പോഴാണ് ഈ വിളയിച്ചതിനൊരു ടേസ്റ്റ്, അല്ലെങ്കിൽ ഞൊയാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, നമ്മളൊന്ന് തിരിയൊന്ന് ഹാർഡാക്കും. അത് കഴിഞ്ഞിട്ട് ആ നെയ്യിൽ തന്നെ നമ്മൾ ഈ നാളികേരം കൂടി ഇട്ട് കൊടുക്കും. ഇതൊരു അരമുറി നാളികേരമാണ്. അപ്പോൾ അതും കൂടി കുറേ വറവല്ല, ഒരു പകുതി വറവാക്കി നമ്മൾ എടുക്കും. കളറൊന്നും മാറണ്ട. അപ്പോൾ ഈ നെയ്യിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ കിടന്ന് മൊരിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ സ്നാക്കിന് വരിക. വെറുതെ നമ്മൾ നാളികേരവും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് എടുക്കും നമ്മൾ സാധാരണ എളുപ്പപ്പണിയായിട്ട്. അതിലൊക്കെ കുറച്ചൊന്ന് മെനക്കെടാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് കഴിക്കാം. ഇത് നന്നായി ഇളക്കി കൊടുത്ത്, അല്ലാണ്ട് റെഡൊന്നും ആയി പോകണ്ട നാളികേരം, എന്നാലും അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടാനും ആ നെയ്യിൽ കിടന്നിട്ട് നാളികേരം ഒന്ന് ടേസ്റ്റായി വരാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല നമ്മൾ കുറച്ചധികം ദിവസത്തേക്ക് നമ്മൾ എടുത്ത് വയ്ക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ നാളികേരം ഒന്ന് നന്നായി ഡ്രൈ ആക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ അത്ര അധികം അങ്ങനെ ചെയ്യണില്ല. ഇന്ന് കഴിക്കുന്നവർ കഴിച്ചോട്ടെ, ഇന്ന് തികഞ്ഞില്ലെങ്കിൽ ഇന്ന് കഴിയുകയാണെങ്കിൽ കഴിഞ്ഞോട്ടെ, കഴിയൊന്നുമില്ല. അത് 2 ദിവസത്തേക്കുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. അധികമൊന്നും ആയി പോണ്ട. നെയ്യൊക്കെ നന്നായി ഒഴിക്കുമ്പോഴാണ് ഇതിന് ഒന്ന് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം നെയ്യൊക്കെ ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ, ഞാൻ അത്ര ഒഴിക്കണില്ല. അപ്പോൾ നമുക്കിനി ശർക്കരപ്പാനി അരിച്ച് വെച്ചത് ഒഴിച്ച് കൊടുക്കാം. ഇനി ശർക്കരപ്പാനിയിലൊന്ന് കിടന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. എല്ലായിടത്തും ആ മധുരം ചെല്ലാനും. ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഇളക്കി അതിൽ കുറച്ച് വെള്ളം അങ്ങനെ ഉണ്ടെങ്കിൽ അത് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇതിലങ്ങനെ കാണാനില്ല, ഉണ്ടെങ്കിൽ എടുക്കാം. ഈ എല്ലായിടത്തും മധുരം നന്നായി പിടിക്കണം, ഡ്രൈ ആയി വരും വേണം.
ആദ്യമൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കി ഒരു 15 ദിവസം 20 ദിവസമൊക്കെ ഇരിക്കണ വിധത്തിലാക്കി വെക്കും ഇവർക്ക് കഴിക്കാനേ, ജോലിക്ക് പോണ കാലത്ത്. ഇതൊക്കെ ഒരു പലഹാരമാണ്. അപ്പോൾ ഇതൊക്കെ അപ്പോൾ ഓടി വന്ന് ആ പ്രായത്തൊക്കെ ഭയങ്കര ഇതല്ലേ, വിശപ്പ് കൂടുതലാണ്. ഇപ്പം ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർക്കും ഇങ്ങനത്തെ പലഹാരങ്ങളൊന്നും വലിയ നോട്ടമില്ല. കാരണം അവർക്കൊക്കെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ മക്കളുടെ കാലത്തൊക്കെ അങ്ങനെയല്ല, അവർ ഇങ്ങനത്തെയൊക്കെ വന്ന് കഴിക്കും. അപ്പോൾ ഇത് ആക്കിയിട്ട് കുറേ ദിവസം എടുത്ത് വയ്ക്കാവുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. അത് ഡ്രൈ ആയിട്ട് പാത്രമൊക്കെ ഡ്രൈ ആയിരിക്കണമെന്ന് മാത്രമല്ല. ഇതിലേക്ക് ഇനി നമുക്ക് ഇപ്പോൾ ഇത് ഏലക്കായ പൊടിച്ചതിട്ട് കൊടുക്കാം. ജീരകമൊക്കെ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇപ്പോൾ ഏലക്കായ പൊടി മാത്രമേ ഇടുന്നുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മസും വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ അവൽ വിളയിച്ചത് റെഡിയായി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. മക്കൾക്ക് വളരെ ടേസ്റ്റി. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.